നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. പറ, ഞാൻ നിങ്ങളുടെ വിളി പ്രതീക്ഷിച്ചിരിക്കുകയായിരുന്നു. എന്തായി കാര്യങ്ങളെല്ലാം സാവിത്രി പറഞ്ഞതുപോലെ ഞാൻ ചെയ്തിട്ടുണ്ട്. ഇനിയെല്ലാം സാവിത്രി അവതരിപ്പിച്ച് ഫലിപ്പിക്കുന്ന ഡ്രാമ പോലെ. ഓക്കെ? മീനാക്ഷി, പതറാതെ നിൽക്കണം. ആരെ പേടിക്കേണ്ട കാര്യമില്ല. ഒന്നിറങ്ങിയല്ലോ നശിച്ചവള്. കുടുംബം കുളം തോണ്ടിട്ട് അവള് തേരാപ്പാര നടക്കുക. നീ എവിടെ കൊണ്ടേ കളഞ്ഞിടി എന്റെ വൈക മോളെ? എന്റെ കുഞ്ഞെവിടെ? അതാ ഞാൻ ചോദിക്കുന്നത്, കുഞ്ഞെവിടെയെന്ന് പറയടി. ഇല്ലെങ്കിൽ നിന്നെ കൊണ്ട് ഞാൻ പറയിപ്പിക്കും. എന്റെ കുഞ്ഞുമോളെ ഏത് കാട്ടിലെത്തി കൊണ്ട് കളഞ്ഞത്? അതോ നിങ്ങൾ മീനാക്ഷിയുടെ അമ്മയായിരിക്കും. പക്ഷെ ഇപ്പൊ ഈ കാണിച്ച അക്രമത്തിന് പോലീസിനെ ഒന്ന് അറിയിച്ചാ മതി. അവര് പിടിച്ച് നിങ്ങളെ അകത്തിടും. പറഞ്ഞേക്കാം. നീ ആരടി? ചെമ്പകമംഗലത്തെ മുറ്റത്ത് വന്നു എന്നെ വെല്ലുവിളിക്കാൻ? ചെമ്പകമംഗലം എന്താ രാജ്ഭവനോ അതോ രാഷ്ട്രപതി ഭവനോ? മര്യാദകേട് കാണിച്ചു തന്നെയാ മറുപടി. അത് ഞാൻ ചെയ്തില്ല. എന്റെ കാർത്തിമോന്റെ കുഞ്ഞിനെ ഇവളെവിടെയോ കൊണ്ടുപോയി കളഞ്ഞു. അത് ചോദിക്കാൻ വരുമ്പോ ഞാൻ പറയാൻ വരുന്നോ? അല്ല, മീനാക്ഷി ഹോസ്പിറ്റലിൽ നിന്ന് വരുന്ന വഴിയല്ലേ? അതെ. മീനാക്ഷി ഇത്ര നേരം ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നു. ഇവള് ആ കുഞ്ഞിനെ കണ്ടിട്ട് പോലുമില്ല. കുഞ്ഞമ്മയുടെ കയ്യിലല്ലായിരുന്നു അമ്മായി. എന്റെ കുഞ്ഞിനെ എന്താ ചെയ്തു അമ്മായി? എന്റെ ദൈവമേ, എന്റെ കുഞ്ഞിനെ എന്ത് പറ്റി? കുഞ്ഞിനെ തട്ടിക്കൊണ്ടുപോയി ഒളിപ്പിച്ചിട്ട് അവൾ നിന്ന് നാടകം കളിക്കുന്നു. അയ്യോ, എന്റെ കാർത്തിമോനോട് ഞാൻ ഇനി എന്ത് മറുപടി പറയും? എന്റെ ഈശ്വര. കരയാതെ മീനാക്ഷി, കരയല്ലേ? കുഞ്ഞ് ഇവരുടെ കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ടിട്ടുണ്ട്. അതാണ് സത്യം. പക്ഷേ കുഞ്ഞിനെ നമുക്ക് കണ്ടെത്താം. ആദ്യം നമുക്ക് പോലീസിൽ ഒരു പരാതി കൊടുക്കാം. അതിനുശേഷം ബാക്കി. വാ മീനാക്ഷി, കാറിലോട്ട് കയറ്. മീനാക്ഷി വാ. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.